വസന്ത് സിറേഖ് ഇപ്പൊ ആവർത്തിച്ച് രണ്ടുപേരും ചോദിച്ചൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് കണ്ടെത്തി. അതിനൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറി നിൽക്കണമെന്നും കോൺഗ്രസ് കണ്ടെത്തി. അങ്ങനെ കോൺഗ്രസ് ഓൺ ചെയ്യാത്ത ഒരാളെ അല്ലെ കോൺഗ്രസിന് ഈ കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുത്ത സ്ഥാനങ്ങളിൽ തുടരാൻ അർഹതയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ബോധ്യം വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ സംവിധാനമുണ്ട് അതിൽ നിന്ന് മാറ്റി നിർത്താൻ. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പൊതുജനം കഴുതയാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ കാലത്തും തിരുത്താൻ കഴിയാതെ എന്ന് ആണോ ജനം കരുതേണ്ടത്? കാരണം ജനങ്ങൾക്ക് നിവൃത്തിയില്ല. അവർ തെരഞ്ഞെടുത്തു പോയി. അവർ തെരഞ്ഞെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചല്ല കേട്ടോ. അവർ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് ഇത്രയും വലിയ സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് സ്വന്തം ചിഹ്നത്തിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുത്തത് അല്ലേ? അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിസ്മ കണ്ടിട്ട് മാത്രം എന്ന് പറയാൻ വരുമോ? സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് കൃത്യമായും അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, വാക് സാമർഥ്യം, ഇതൊക്കെ വലിയ പ്ലസുകളാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടി പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാത്ത ആളെ എന്തിന് പാലക്കാട്ടുകാർ ചുമക്കണമെന്നാണ് ഇത് ആവർത്തിച്ച് രണ്ട് പാനലിസ്റ്റുകളും ചോദിക്കുന്നത്. അല്ല, ആദ്യം ഷാനിബിന് ഉത്തരം പറയാം. ഷാനിബ് ചോദിച്ചു ഉളുപ്പുണ്ടോ എന്നാണ്. ഷാനിബിന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ, അതായത് എം മുകേഷിന്റെ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ പല്ല് പുളിക്കുന്നില്ലേ ഷാനിബെ? ഷാനിബ് ചോദിച്ചത് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിവയറ്റിൽ ചവിട്ടുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ്. എന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ MLA മുകേഷിനെതിരെയുള്ള ആരോപണം? ഒന്നാമത്തെ വൈഫിന്റെ ആരോപണം ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അവരെ അടിവയറ്റിൽ ചവിട്ടി എന്നുള്ളതാണ് ആരോപണം. ഇനി രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ പ്രതികരണവും മാറ്റിവെക്കാം. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് കേരളത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ നിയമപരമായ ഒരു മാർഗനിർദ്ദേശം, മുൻകാല അനുഭവം. P. സതീദേവിയെ രാഷ്ട്രീയക്കാരിയായി ഞാൻ കൂട്ടുന്നില്ല. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന നിലയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 വർഷം ജയിലിൽ കടന്നാൽ രാജിവെച്ചാൽ മതി. ആര്? മുകേഷ് രാജിവെച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇനി മുകേഷിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? മുകേഷിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? മുകേഷ് രാജിവെക്കണമെന്നായിരുന്നു, അല്ല എന്നായിരുന്നോ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. മുകേഷിന്റെ കാര്യവും ഇതുമായി യാതൊരു തരം അവരെടുത്ത നിലപാടിനെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വസന്ത് ഞാൻ ചോദിക്കുന്നത്, മുകേഷിനെതിരെ അത്തരത്തിൽ ആരോപണങ്ങളും കേസും ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? നിങ്ങളത് വിഴുങ്ങിയോ? അല്ല, മുകേഷിന്റെ കേസും ഇതും തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? നിങ്ങളാണ് താരതമ്യപ്പെടുത്തിയത്, ഞങ്ങളല്ല താരതമ്യപ്പെടുത്തിയത്, മറ്റുള്ളവരാണ് താരതമ്യപ്പെടുത്തുന്നത്. മുകേഷിനോട് രാജിവെക്കേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇവിടെ മുൻപ് ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? അപ്പോ മുകേഷിനോട് രാജിവെക്കേണ്ട എന്ന് LDF പറഞ്ഞതുകൊണ്ട് LDF ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇതാ രാജിവെക്കേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാണ്. നിങ്ങൾക്ക് പിന്നെ മുകേഷ് എന്ന പേര് പറയാൻ എന്താ അർഹത? അന്നുണ്ടായിരുന്ന ധാർമ്മികത നിങ്ങൾ 8 ചുരുട്ടി അട്ടത്ത് വെച്ചോ? മുകേഷിന്റെ കേസിൽ അല്ലല്ലോ, അങ്ങനല്ലല്ലോ. മുകേഷിന്റെ കേസിൽ FIR ഇല്ലേ മാധു? മുകേഷിന്റെ കേസിൽ ചാർജ് ഷീറ്റ് അല്ല. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പിന്നെ എന്തിനാണ് മുകേഷിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ശരി, നിങ്ങൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. അന്ന് ആനി രാജയും ബൃന്ദാകാരാട്ടും അടക്കമുള്ളവർ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ന് നിങ്ങളുടെ PT തോമസിന്റെ, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് PT തോമസിന്റെ ഭാര്യ, നിങ്ങളുടെ MLA ഉമാ തോമസ് അടക്കമുള്ളവർ, ബിന്ദു കൃഷ്ണ അടക്കമുള്ള പതിറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് രാജിവെക്കണമെന്ന്. നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മുകേഷിന്റെ കേസുമായി ബന്ധം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മുകേഷിന് എന്തിനാ പറയുന്നേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്ന് ചോദിക്കുക മുകേഷ് മുകേഷ് മുകേഷ്. നിങ്ങൾക്ക് മുകേഷ് മാത്രമേ ഓർമ്മയുള്ളോ? നോ, മുകേഷിനെ മാത്രമല്ല മാധു ഓർമ്മ. ഞാൻ പറയാതെ P. ശശി, PK ശശി, ഗോപി കോട്ടമുറ തുടങ്ങി ഈ പേരുകൾ മുഴുവനും എണ്ണമിട്ട് പറയുമ്പോൾ നിങ്ങളുടെ അതിലൊക്കെ നില എന്തായിരുന്നു? ഈ കേസുകളിലൊക്കെ നിങ്ങളുടെ നില എന്തായിരുന്നു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇവരൊക്കെ രാജിവെക്കണമെന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. ഈ ആരോപണം കേട്ട ആളുകൾ മുഴുവനും രാജിവെക്കണമെന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. ആണോ? ആയിരുന്നെന്നാണ് എന്റെ ബോധ്യം. ഇവരെല്ലാവരും രാജിവെക്കണമെന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങളാണ് നല്ല പച്ചയ്ക്ക് രാജിവെക്കണമെന്നല്ല, ആരോപണത്തിന്റെ പുറത്ത് പരാതി വന്ന് ആ പരാതിയിന്മേൽ FIR ഇട്ട് ആ FIR കോടതിയിൽ വന്ന്
ചാർജ് ഷീറ്റ് വന്നവൻ അവൻ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? സ്വന്തം സഹപ്രവർത്തകനായ MLA മകൾ പരാതി നിങ്ങൾക്കറിയാം ഈ രണ്ട് കേസുകളും തമ്മിൽ താരതമ്യമില്ല അല്ലെ? നിങ്ങൾക്കറിയാം ഈ കേസുകൾ തമ്മിൽ താരതമ്യമില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത്? ഇത് താരതമ്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാണ് വ്യത്യാസം. ഞാൻ താരതമ്യപ്പെടുത്തിയത് കേസുകളെയല്ല, ഞാൻ താരതമ്യപ്പെടുത്തിയത് നിലപാടുകളെയാണ്. അത്രമാത്രം ഇന്റൻസീവായ ഒരു കേസുണ്ടായപ്പോൾ അവരെടുത്ത നിലപാടിനെയും ഇപ്പോൾ നിലവിൽ പരാതിയില്ലാത്തൊരു കേസിൽ ഞങ്ങളെടുത്ത നിലപാടിനെയുമാണ് ഞാൻ താരതമ്യപ്പെടുത്തിയത്. കേസുകൾ രണ്ടാണ്, വിഭിന്നമാണ്. അതിൻ്റെതായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നിൽ ഒരു വെള്ളക്കീർ കടലാസിന്റെ പരാതി പാർട്ടിയുടെ മുമ്പിലില്ല, പോലീസിന്റെ മുമ്പിലില്ല, ഇവരുടെ സർക്കാരിന്റെ മുമ്പിലില്ല, ഞങ്ങളുടെ മുമ്പിലോ നിങ്ങളുടെ മുമ്പിലോ ഇല്ല. പക്ഷെ അവിടെയുള്ളത് ആരോപണങ്ങളാണ്. എന്നാൽ മറ്റേത് ആരോപണങ്ങളല്ല, ആരോപണങ്ങൾ എന്നത് പോലും ഇല്ല. വസന്തേ, ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി മാത്രമാണ് ആരോപണം ഉന്നയിച്ചത്. മറ്റുള്ളത് മുഴുവൻ ജനങ്ങൾക്ക് വായിക്കാനും കേൾക്കാനും കാണാനും പാകത്തിൽ വന്ന കാര്യങ്ങളാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്ന കാര്യങ്ങളാണ്. അതിന്റെ പേരിൽ കൂടിയാണ് നിങ്ങൾ നടപടിയെടുത്തത്. ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ മെസ്സേജ് അയച്ചത് മാത്രമല്ല പിന്നെയും വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംശയമുണ്ടോ? പിന്നെയും വന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്ന VD സതീശൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുത്തത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ മുന്നോട്ട് വന്ന കാര്യങ്ങളെ മുഴുവനും കണ്ടും കേട്ടുമാണ് കോൺഗ്രസ് ആ തീരുമാനമെടുത്തത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വെള്ളക്കടലാസിൽ പരാതിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? വെള്ളക്കടലാസിലെ പരാതി കിട്ടിയിട്ട് നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്താൽ പോരായിരുന്നോ? വെള്ളക്കടലാസിലെ പരാതി കിട്ടിയിട്ട് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിലെ അധ്യക്ഷ സ്ഥാനം മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ? മാധു, കോൺഗ്രസ് അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും സൈഡ് കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്നേ. ഇപ്പോൾ രാഹുൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആരോപണത്തിന്റെ നേതാക്കളിൽ ചിലരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നട്ടല്ലുയർത്തി നിന്ന് നേരോടെ നിർഭയത്വത്തോടെ എഴുന്നേറ്റു നിന്ന് എന്താണ് നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിക്കാനുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ അവകാശത്തിനും ആത്മാഭിമാനത്തിനും നേരെയാണ് നിങ്ങൾ ഈ സംരക്ഷണത്തിന്റെ വേലി എടുത്തു വെക്കുന്നത് എന്ന ബോധ്യമെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വേണം. നിങ്ങൾക്കിനി ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തിന്, അഭിമാന ബോധത്തിന് നേരെയാണ് നിങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനം വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്നെങ്കിലും ഓർമ്മ വേണം. നാളെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴേ നിങ്ങൾ ചോദിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ ആരാണ്, എങ്ങനെയാണ് പുറത്തു പോയത് എന്ന്. അപ്പൊ അതിനൊരു മറുപടി കൂടി കണ്ടുവച്ചിട്ട് വരുംകാല ചർച്ചകളിൽ വരണം വസന്ത് സുരേഖ്.